പ്രശാന്ത് ചേട്ടാ, ഇറാൻ ഇസ്രായേൽ പ്രശ്നം അതിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നാണല്ലോ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ആ ആക്രമണം തുടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയൊക്കെ പറഞ്ഞത് ട്രംപ് പറഞ്ഞ് ആക്രമിക്കണമെന്ന് പറഞ്ഞു, ജോ ബൈഡൻ പറഞ്ഞു അവർക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഇറാൻ ഭയന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫത്തം അൽ അൽദിയ എന്ന് പറയുന്ന എയർബേസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലത്തുള്ള ഇറാൻ്റെ ആണവ നിലയത്തിനടുത്ത് സ്ഫോടനം നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആണവ ഗവേഷണ റിയാക്ടറാണിത്. ഇത് ഇസ്പഹാം എന്ന് പറയുന്ന അവരുടെ നഗരത്തിലുള്ള ആണവ ഗവേഷണ റിയാക്ടറാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം ഒക്ടോബർ 7-ാം തീയതി ഈ അൽ അക്സ പ്രളയം എന്നാണ് ഈ ഹമാസ് തീവ്രവാദികൾ അങ്ങോട്ട് അയച്ച മിസൈലുകൾ. അൽ അക്സ പ്രളയം എന്നാണ് അവർ പറയുന്നത്. അവിടെ 1500 ഇസ്രായേലികളെ കൊന്നല്ലോ ആ വിഷയത്തെ. അപ്പോൾ അതിനെ കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർഷികമായിരുന്നല്ലോ. ആ വാർഷികത്തെ തുടർന്ന് വീണ്ടും അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു. ഹമാസും അയച്ചു, ഹിസ്ബുള്ളയും അയച്ചു. ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ് 2-3 മെസ്സേജ് കൂടെ അയച്ചു. ബിരിയാണി കിട്ടി. ബിരിയാണിയല്ല, നല്ല ഒന്നാം തരം സദ്യ തന്നെ കിട്ടി. ഇസ്രായേൽ അപ്പം തുടങ്ങിയ ബോംബിങ്ങാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല. കനത്ത ബോംബിങ്ങാണ്. അപ്പോൾ തുർക്കി രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ബോംബ് ചെയ്യരുത്, നിങ്ങളോട് ദൈവം ചോദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ലെബനനിൽ മൃതദേഹം തിരയാൻ പോലും പറ്റാത്ത രീതിയിൽ ഇസ്രായേൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ബോംബിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഒരു ബോംബിന് പിറകെ അടുത്ത ബോംബ് സെക്കൻഡുകൾക്കകം വന്ന് വീഴുന്ന കാഴ്ചയാണ്. അപ്പോഴാണ് ഈ ഇറാൻ ആണവ നിലയത്തിനടുത്ത് സ്ഫോടനം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത്. എന്ത് തോന്നുന്നു? അത് സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് നോക്കുമ്പം ഈ ഇസ്രായേലിനെ ചെയ്തേ മതിയാവത്തുള്ളൂ. കാരണം നമ്മൾ ഇതുവരെയുള്ള യുദ്ധം ഒക്കെ പരിശോധിക്കുമ്പം ഈ ഇസ്രായേൽ ആണല്ലോ ഇറാൻ്റെ ആദ്യത്തെ അജണ്ട. അതെ. അപ്പം അവിടെ ഒരു ആണവായുധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് പ്രയോഗിക്കും. യാതൊരു പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത ഒരു രാജ്യം. കാരണം മതരാജ്യം. അവരിപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം 198 മിസൈൽ തൊടുത്ത് വിട്ടു. ഇത് മൊത്തം ജനവാസ കേന്ദ്രത്തിലേക്കാണ് പോയത്. പോയി വീണാൽ ഒരു 10 ലക്ഷം ആൾക്കാർ മരിക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. യുവമാർക്ക് ആണവ പോർമുന ഉണ്ടായിരുന്നെങ്കിൽ ഈ 198 മിസൈലും അതിൽ വെച്ച് വിട്ടേനെ. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനത്തിന് പ്രതിരോധിക്കാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രാജ്യത്തിനകത്ത് അവർ ഇസ്രായേൽ അതുകൊണ്ടാണ് ഈ ആണവ സമ്പുഷ്ടീകരണത്തിന് ഏത് സമയത്തും ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇറാൻ്റെ കൊല്ലാൻ നടന്നതും അല്ലെങ്കിൽ അതിന് എന്ത് ഡെവലപ്മെൻറ്റ്സ് വന്നാലും അതിനെല്ലാം തടയിടാൻ നിന്നതും ഒക്കെ. അപ്പോൾ ഇപ്പോൾ തന്നെ ചില വാർത്തകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർ രഹസ്യമായിട്ട് ഇപ്പോഴും ഇത് നടത്തിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പരസ്യമല്ലാത്ത രഹസ്യമായിട്ടുള്ള ആണവ നിലയങ്ങൾ അവർക്കുണ്ട്. അത് വളരെ ഗോപ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആണവായുധം ഉണ്ടോ എന്ന് പോലും പല രാജ്യങ്ങളും സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇറാനിലെ ഈ ഇറാൻ്റെ ആണവ പ്ലാന്റുകളൊക്കെ എവിടെയെന്ന് അറിയാമോ? ഇറാൻ്റെ ആണവ പദ്ധതിക്ക് കീഴിലുള്ള പ്ലാന്റുകളും സ്ഥാപനങ്ങളും എല്ലാം ഇവരുടെ ഈ രാജ്യത്തുടനീളം വ്യാപിച്ച് കിടക്കുകയാണ്. ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇറാനിലുള്ള ഈ ഉദ്യോഗസ്ഥർക്ക് പോലും അതൊക്കെ എവിടെയാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. കാരണം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസി ഇറാൻ്റെ മുഖ്യ ശത്രുക്കളായ ഇസ്രായേലിനോ US-നോ പോലും അറിയില്ല എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് എനിക്കറിയില്ല. ഇസ്രായേലിന് അറിയാമോ? കാരണം കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ്റെ മുക്കും മൂലയും എല്ലാം ഞങ്ങൾക്ക് കാണാപ്പാടമാണെന്നാണ് പറഞ്ഞത്. പോരാത്തതിന് ഈ ഹെവി വാട്ടർ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ, ഗവേഷണ പ്ലാന്റുകൾ, ഖനികൾ എന്നിവ എല്ലാം ഈ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളാണ് ഇവർക്ക് കൂടുതലുള്ളത്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉള്ള രാജ്യങ്ങളിലൊന്ന് ഇറാനാണ്. അതുകൊണ്ട് അവർക്ക് അണുബോംബ് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടാക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. പോരാത്തതിന് ഇവരുടെ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? IAEAക്ക് മുൻപിൽ ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ അനുസരിച്ച് ഇവരുടെ എല്ലാം കിടക്കുന്നത് വലിയ മല തുറന്ന് അതിനകത്താണ് ഇവർ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വലിയ മല തുറന്ന് അതിനകത്തും പിന്നെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുമാണ്. ഇവ നടാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ, ഖോണ്ടാബ്, ഖുഷേർ എന്നിവയാണ് ഇവരുടെ പുറത്തറിയാവുന്ന ഇറാൻ്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ. അതല്ലാതെ ഇവർ രഹസ്യമായിട്ട് ഇസ്രായേലിനെ പേടിച്ച് മലയ്ക്കകത്തും മല തുരന്നും ഇവരുടെ ഈ പ്രകൃതി ചില സംരക്ഷണങ്ങൾ ഒരുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതിനകത്തൊക്കെ ഇവർ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഇവർ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് അണുബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഞാൻ ഒരു ഈ ഹമാസുമായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ ഇനി യാതൊരു കാരണവശാലും ആര് പറഞ്ഞാലും ആരെയും വിശ്വസിക്കുന്ന അവസ്ഥയില്ല. കാരണം ഈ ഹമാസിൻ്റെ ഒരു 2021 തൊട്ട് ഇപ്പം 2021 തൊട്ട് ഈ ഹമാസിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരു ദിവസത്തെ പെർമിറ്റ് വിസയെ കൊടുത്തിട്ട് അവിടുത്തെ പാവങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു 100 ഇരട്ടി പൈസയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ദിവസം ജോലി ചെയ്താൽ. എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്.
അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നപ്പോൾ വളരെ സൗഹൃദപരമായിട്ട് കണ്ടമാനം ആൾക്കാർ വന്ന് ജോലി ചെയ്യും, ഒരു ദിവസം പെർമിറ്റ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നവരാണ്. ഒരു സുപ്രഭാതത്തിൽ ഇതിനകത്തെ ഈ വന്ന ആൾക്കാർ തന്നെ ഇതിനകത്തെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായത്. അപ്പം ഇപ്പം ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ യാതൊരു കാരണവശാലും ഇറാനെയും ഇനിയും അവർക്ക് ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അവർ വരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ മാധ്യമങ്ങളൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആണവ നിലയങ്ങളൊന്നും അറിയത്തില്ല, ആണവ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഏറ്റവും അവസാനം നമ്മൾക്ക് പോലും ബോധ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇറാനിലെ സൈനിക താവളത്തിനകത്ത് കിടക്കി ഒരുക്കിയ ഹമാസ് ഭീകരനെ കൊന്നു. അപ്പം സൈനിക താവളത്തിനകത്ത് അത് നടത്തണമെങ്കിൽ അതിനകത്ത് അവർക്ക് ചാരന്മാരുണ്ടല്ലോ. ഇവരെവിടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ അത് മൊത്തവും എൻ്റെ തോന്നലനുസരിച്ച് ഇസ്രായേലിന് അറിയാം. അതിന് യാതൊരു തർക്കവുമില്ല. എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒരു രാജ്യമായതുകൊണ്ട് ആ രാജ്യത്ത് കയറി ആ ഒരു കാരണം, തെളിവില്ലാത്ത ഒരു കാരണം, അല്ലെങ്കിൽ ഇതെങ്ങനെ അറിയാമെന്ന് ഇസ്രായേലിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇസ്രായേലിന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ ഇന്ന ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഞങ്ങളുടെ ചാരന്മാരാണ്, മൊസാദ് കണ്ടുപിടിച്ച ആ രഹസ്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാരണം ഉണ്ടാവാതെ ആക്രമിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളോട് ആക്രമിക്കാൻ പറ്റില്ല. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഈ നയതന്ത്ര നിയമങ്ങളും അല്ലെങ്കിൽ ലോകത്തെ രാജ്യങ്ങൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ അവസരത്തിൽ യാതൊരു കാരണവശാലും ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവത്തില്ല. കാരണം അതിന് ഉദാഹരണമാണ് ലെബനനിലും ഹമാസിലും ഒരുപോലെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, ഈ പറയുമ്പം ഇവരോട് എന്തിനാണ് മമത കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സമയത്ത് തന്നെ വീണ്ടും ആക്രമിച്ചു ഹമാസ് ആക്രമിച്ചു. ഇസ്രായേൽ അത് കളഞ്ഞു. ഇസ്രായേൽ വാർത്ത പോലും ആക്കിയിട്ടില്ല. അപ്പം ഏതൊരവസരത്തിലും ഏതൊരു ചാൻസ് കിട്ടിയാലും ഇസ്രായേലിൻ്റെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തൊട്ട് 90 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സുള്ള വൃദ്ധരെ വരെ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭീകരത തന്നെയാണ് ഹമാസ്. അതിന് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഹിസ്ബുള്ള. IS ഭീകരർ ചെയ്യുന്ന തലയർത്ത് കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. IS ഭീകരർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ക്രിസ്ത്യാനി ആവാൻ താല്പര്യമില്ല എന്ന് പറയുന്ന യുവാക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് തലയർത്ത്. ഇത് കുഞ്ഞുങ്ങളെ, ഗർഭിണികളെ, വൃദ്ധരെ ഒക്കെ വളരെ നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നത് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ പിന്നെ എന്ത് വേണമെന്നാണ് പറയുന്നത്? ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അപ്പം ഇതിനകത്ത് അമേരിക്ക ഇപ്പം പറയുമ്പോൾ അമേരിക്ക ട്രംപ് പറഞ്ഞില്ലേ ഇവനെ ഇല്ലായ്മ ചെയ്തേക്കണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞല്ലോ. ട്രംപ് അങ്ങനെ പറഞ്ഞു. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പോലും വേണ്ട. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ നിലപാടെടുത്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം പോയത്. ഇറാൻ എന്താണെന്ന് ട്രംപിന് അറിയാമായിരുന്നു. പക്ഷേ ആ നിലപാടിനെല്ലാം വ്യത്യസ്തമായിട്ട് ഞാനീ പറഞ്ഞതുപോലെ ആ ഇസ്ലാമിസ്റ്റുകൾക്കും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ബൈഡനും അതിനു മുമ്പ് ഒബാമയും ഒക്കെ നിന്നപ്പോഴാണ് ഇപ്പം രഹസ്യമായിട്ടെങ്കിലും ഇത്രയും സംവിധാനങ്ങൾ അവിടെ ഉരുത്തിരിയുന്നതിന് കാരണമായത്. അല്ലെങ്കിൽ ബോംബുകൾ ഉണ്ടാക്കുന്നതിന് ആണവ നിലയങ്ങളുണ്ടായത്. അവർ രഹസ്യമായിട്ടൊക്കെയാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ആണവ നിലയങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതിന് കാരണം അമേരിക്കൻ ഭരണകൂടമോ ഡെമോക്രാറ്റ്സാ, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പം ഇപ്പോൾ അവിടെ സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞാൽ 2003 ഈ 2003 വരെ ഇറാന് ഒരു വമ്പൻ ആണവായുധ പദ്ധതി ഉണ്ടായിരുന്നു. ഏകോപനവും രഹസ്യാത്മകവുമായിട്ടുള്ള ആണവായുധ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇറാൻ്റെ ഈ ആണവായുധ പദ്ധതിയും ആണവ പരീക്ഷണങ്ങളും എല്ലാം ഈ US-ഉം UN-ഉം കണ്ടെത്തുകയും അവർ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ 2003 ശേഷം നിങ്ങളിതെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഉപരോധങ്ങളെല്ലാം മാറ്റിത്തരാമെന്ന് അവർ പറയുകയും അങ്ങനെയാണ് അവരിത് നിർത്തിവെക്കുന്നത്. അങ്ങനെ അവർ നിർത്തിവെക്കുകയും പിന്നെ 2018 ട്രംപ് വന്നിട്ടാണ് ഈ സെറ്റപ്പിൽ നിന്ന് മാറി പിന്നെ ഒരു ആണവ റിയാക്ടറുകളും പിന്നെ ആണവ ഗവേഷണങ്ങളും എല്ലാം പുനരുജ്ജീവിപ്പിച്ച് തുടങ്ങിയത്. ട്രംപ് വന്ന ശേഷമാണ് ഇത് മാറ്റിക്കൊടുത്തതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഉപരോധമല്ല, ഇത് വീണ്ടും ഇവർക്ക് ആണവ പുനരുജ്ജീവനം നടക്കും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ട്രംപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് അവരുടെ അവകാശമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ട്രംപ് വരുമ്പോൾ ട്രംപിന് കൃത്യമായിട്ടുള്ളൊരു വിഷനുണ്ട്. ട്രംപ് വരുമ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നില്ലല്ലോ. ഇസ്രായേലും ഇറാനും ആക്രമണം നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. ഇസ്രായേൽ ഇറാൻ്റെ ആണവ റിയാക്ടറുകളും ആണവ ഗവേഷണ പദ്ധതികളും എല്ലാം ആക്രമിച്ച് തകർക്കുന്നതും അവരുടെ സയൻറ്റിസ്റ്റുകളെ കൊല്ലുന്നതും എല്ലാം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലേ? കാരണം ഏത് നിമിഷം വേണമെങ്കിൽ ഇവർക്ക് ആണവായുധം ഉണ്ടെങ്കിൽ ഇവർ നമുക്ക് നേരെ പ്രയോഗിക്കാം. ഇസ്രായേൽ ഒരു കുഞ്ഞു രാജ്യമാണ്, അതിൻ്റെ ഒരു ഇതായിട്ടാണ്. പക്ഷേ ട്രംപ് വരുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പശ്ചിമേഷ്യയിലില്ല. പശ്ചിമേഷ്യ വളരെ ശാന്തമാണ്. ട്രംപ് വരുമ്പോൾ മാത്രം എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വികസനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയധികം നാച്ചുറൽ റിസോഴ്സസ് ഉള്ളൊരു രാജ്യം, ഇറാനെ പോലുള്ളൊരു രാജ്യം, അവർ ഇത്ര ഭയന്ന് കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അത്ഭുതം അല്ല. ഭയന്ന് കഴിയുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്താണെന്ന് അവർക്കറിയാം.
വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു നയതന്ത്രത്തിലൂടെ പരിഹരിക്കും. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം 7-ാം തീയതി ഒക്ടോബർ 7-ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ വിഷയം നിങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന്. അങ്ങനെ പരിഹരിക്കാനായിട്ട് ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, നയതന്ത്രത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെങ്കിൽ ബോധമുള്ളവരുമായിട്ടേ പറ്റത്തുള്ളൂ. ഇതൊരു, ഞാൻ ചിരിക്കാൻ പറഞ്ഞത്, ഇതൊരു മതരാജ്യമാണ്. ഇപ്പം ഈ അഫ്ഗാനിസ്ഥാനിലെ ചില കാര്യങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞവർ കേൾക്കത്തില്ല. എത്ര നയതന്ത്രമാണെന്ന് പറഞ്ഞാലും മറ്റേ കേൾക്കത്തില്ല. ഇതുപോലെ ഇറാൻ്റെ കാര്യം, ഇറാൻ നേരത്തെ പേർഷ്യ സമയത്താണെങ്കിൽ ഇത് കേട്ടേനെ. ഇപ്പം സൗദി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് കേൾക്കും. അയാൾ വികസന കാഴ്ചപ്പാടുള്ളവനും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവനും വിദ്യാഭ്യാസം ഉള്ളവനാണ്. ഇയാൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മുത്തച്ഛൻ UP പോയതാണെന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ഒരു കഥയുണ്ട്. അപ്പം അന്നേ അയാൾ അവിടുന്ന് പോയാണ് ഇത് ഈ മര്യാദയ്ക്ക് നടന്ന ഒരു രാജ്യം ഇല്ലാതാക്കിയ മതഭ്രാന്തൻ, അതിൻ്റെ പിന്തുടർച്ചവാജിയവൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനത്തെ ഒരു കഥയുണ്ട്. ഇത് കഴിയുമ്പോൾ ധനുഷ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാനീ പറയുന്നത്, ഇവർക്കടുത്ത് ഈ കാര്യങ്ങൾ പറയാനേ പറ്റത്തുള്ളൂ. കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ രഹസ്യമായിട്ട് പണി ചെയ്യും. ഞാനീ പറഞ്ഞ മനസ്സിലായി, ഹമാസുകാരൻ രക്ഷപ്പെട്ടോട്ടെന്ന് പറഞ്ഞാൽ ഇസ്രായേലുകാരൻ അവരെ സഹായിച്ച് വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സുപ്രഭാതി വന്ന് അവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം അവനെ അടിച്ചത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്, പാലസ്തീനൊന്നുമല്ല വിഷയം, അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടാണ്. അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടാണ് ഈ നീചപ്രവൃത്തി ചെയ്യുന്നതെന്ന് ആലോചിച്ചോണ്ട്. അതിനകത്ത് അള്ളാഹുവിനെയും അല്ലെങ്കിൽ നല്ല മുസ്ലിങ്ങളെ അല്ല നമ്മൾ പറയുന്നത്. ഈ അവർക്ക് പോലും പേര് കിട്ടത്തൊക്കെ ഈ ആൾക്കാരെയും കുഞ്ഞുങ്ങളെയും കൊല്ലുമ്പോഴും അള്ളാഹു അക്ബർ വിളിക്കുക. അപ്പോൾ ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയാണ് അവരുടെ അടുത്ത് ഈ പറയുന്ന ന്യായങ്ങൾ? ഞാൻ ചോദിച്ചിട്ടെ, പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ല. ധനുഷ് ഒരിടത്ത് താമസിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് കോളനി താമസിക്കുക, അതിനകത്ത് ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് ഈ ബാക്കിയുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സ്ഫോടനം നടത്തുകയും അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കള്ളും കഞ്ചാവും ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങളെല്ലാം കൂടെ പറയത്തില്ല ഇത് നടക്കത്തില്ലെന്ന്. അപ്പം ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല ലോകം മൊത്തം നശിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ രാജ്യാന്തര തലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ചില കാര്യങ്ങൾ നീങ്ങാനൊക്കും. പക്വമായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നത് പോലല്ല കുട്ടിയുടെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചില രാജ്യങ്ങൾക്ക് ഇത് അനുവദിച്ചേക്കെന്ന് പറഞ്ഞാൽ അവരത് പ്രയോഗിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പക്വതയുണ്ട്, അത് അവരുടെ കയ്യിലിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചില രാജ്യങ്ങൾക്ക് ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന അപകടമല്ലേ? പാകിസ്ഥാന്റെ കയ്യിൽ അല്ല, ബോധമില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയായി? ഇത് വന്ന സമയത്ത് പാകിസ്ഥാൻ അത്രയും ബോധമില്ലാത്ത രാജ്യമല്ല, ഒരു മതരാജ്യം എന്നുള്ള രീതിയിൽ പോന്നെന്നുള്ളതല്ലാതെ ആ രാജ്യം ഒരു ഭരണത്തിന്റെ കീഴിലായിരുന്നു, ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിലായിരുന്നു. ഇപ്പോൾ IS-ന്റെ കയ്യിലൊരു സമയം, അല്ലെങ്കിൽ അൽഖ്വയ്ദയുടെ കയ്യിലൊരു ഭാഗം, പട്ടാളക്കാരൻ്റെ കയ്യിലൊരു ഭാഗം, രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലൊരു ഭാഗം, ഇങ്ങനെ ആയപ്പോഴില്ലേ ആ രാജ്യത്തിന്റെ ആണവായുധം ഇരിക്കുന്നത് അപകടമാണെന്ന് പറയുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് എടുത്തോളൂ, ആ രാജ്യത്തിന്റെ പട്ടാളത്തെ കീഴ്പ്പെടുത്തി സാധനം എടുത്തുകൊണ്ട് പോകാൻ തക്കവണ്ണം അവിടുത്തെ ഭീകരവാദികൾ കരുത്തരായി. അപ്പം അതുപോലെ ഭീകരവാദികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ലോകത്ത് മൊത്തം നാശം ഉണ്ടാക്കാൻ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഒരു സുപ്രഭാതം എടുത്ത് ഇവൻ ഹിസ്ബുള്ളയുടെ കൊടുക്കും, ഒരു സുപ്രഭാതം എടുത്ത് ഹമാസിൻ്റെ കൊടുക്കും, ഹൂത്തിയുടെ കൊടുക്കും. ഇവൻ്റെ അടുത്തുകൊണ്ട് അവന് ഇതിനെപ്പറ്റി അറിയത്തില്ല, അവന് എവിടെ വേണേലും ഇടാം, അവന് ഇതിൻ്റെ കൂടെ ചത്താലും കുഴപ്പമില്ല, സ്വർഗത്ത് പോയി ജീവിക്കാം. ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ കണക്കുകളിലനുസരിച്ച് ഇറാനെ ആക്രമിച്ചിരിക്കും. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ തകർത്തിരിക്കും. കാരണം അതിനകത്ത് ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആക്രമിച്ചില്ല. വേറൊരു കാര്യം എനിക്കൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ആണവ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് നമ്മൾക്കിവിടെ നിന്ന് പറയാം, പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വലിയ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ട്. കാരണം ഞാൻ പറയട്ടെ, ഇപ്പോൾ റഷ്യയിൽ ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടായത് അറിയാമല്ലോ പ്രശ്നം. ഈ ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ അതൊരു ദുരന്ത ടൂറിസ്റ്റ് സ്പോട്ടാണ്. അങ്ങോട്ടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് ആണവ വികിരണം ഏൽക്കാതിരിക്കാനായിട്ട് പല പ്രിക്കോഷൻസും എടുത്തു പോകണം. അതൊരു പ്രേത നഗരമായി മാറി. അവിടേക്ക് ആൾക്കാർക്ക് ചെല്ലാൻ പറ്റില്ല. അവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ അപ്പോൾ ആണവ വികിരണം ഉണ്ടായ ആ സമയത്ത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ ബൊമ്മ പോലും നമുക്ക് അവിടെ നിന്ന് കുനിഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് റേഡിയേഷൻ ഏൽക്കുമോ എന്നുള്ള ഭയം. കയ്യിലൊരു ഇതും തന്നുവിടും, അത് അളക്കാനുള്ളൊരു മെഷീൻ. ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ അത് കൂടുമ്പോൾ അങ്ങോട്ട് അവിടെ നമ്മൾ മാറിപ്പോകണം. അങ്ങനെ, അതായത് ഇത്ര വർഷമായി. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ആ രാജ്യത്ത് ഓരോ ആണവ കേന്ദ്രങ്ങളും തകർത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം അത് അന്ന് തകർത്തെന്ന് പറഞ്ഞാൽ ആണവ നിലയത്തിന് പുറത്തുകൊണ്ടുവന്നൊരു ബോംബ് ഇടുമായിരുന്നു. അതാണ് ആണവ വിസരണം എന്ന് പറയാൻ സംഭവിക്കുന്നത്. ഇത് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇസ്രായേൽ ചെയ്യുവാണെങ്കിൽ ഇസ്രായേലിനൂടെ ബാധിക്കുന്ന വിഷയമാണല്ലോ, അവിടെ മാത്രം നിൽക്കത്തില്ല. റേഡിയേഷൻ അവിടെ പറ്റും. അപ്പോൾ ഇസ്രായേൽ അങ്ങനെ ചെയ്യത്തില്ല. ഇസ്രായേൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം നിലപ്പിച്ചാൽ മതിയല്ലോ. ഇതിന്റെ തുടർ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരുന്നാൽ മതിയല്ലോ. അത് ഡിഫ്യൂസ് ചെയ്യാൻ അവർക്കറിയാം. നമ്മൾ ഈ പറയുന്ന
കഴിഞ്ഞ ദിവസം ഫക്രുദ്ദീൻ സാൻ പറഞ്ഞ പോലെ ഒരാളെ മാത്രം കൊല്ലുന്നതിന് ഇസ്രായേൽ പ്രാവശ്യം ഒരു ആയുധം ഉപയോഗിച്ച് നമ്മുടെ സുദർശനക്കരം പോലെ സാധനം കറങ്ങി വന്നിട്ട് അയാളുടെ കഴുത്തിൽ കൂടെ മാത്രം പോയി. ഇത് അങ്ങനെ ഡിഫ്യൂസ് ചെയ്തില്ല. അല്ലെ ആണവ നിലയം പൊട്ടിത്തെറിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം എന്തുമല്ല ഇസ്രായേൽ ചെയ്യത്തില്ല. അവർക്ക് അതിനുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. ഞാനീ പറഞ്ഞത് അങ്ങനെ വരുമ്പം ആ രാജ്യത്തിന് മാത്രമല്ല പ്രവർത്തനം അങ്ങനെ പറ്റും. ഇപ്പം റഷ്യയിൽ ഉക്രൈനിൽ എത്രണ്ണം അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. വിസരണം വരാത്ത രീതിയിൽ എത്രണ്ണം അവർ അതിൻ്റെ പ്രവർത്തനം ആണവ നിലയങ്ങളുടെ അവിടുത്തെ പ്രവർത്തനം പവർ സപ്ലൈ എല്ലാം കളഞ്ഞാൽ അങ്ങനെയല്ലേ. അപ്പോൾ ആ രീതിയിൽ നടക്കുമ്പോൾ ഇത് ആവശ്യമായ കാര്യമാണ് എൻ്റെ. കാരണം ഇവർ ഇപ്പം തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനുള്ള കരുത്ത് ഏതെങ്കിലും തരത്തിലുണ്ടായാൽ അവർ ചെയ്തിരിക്കും. കാരണം അത് അത്ര വിവരം കെട്ട രാജ്യമാണ്, മതരാജ്യമാണ്. അതാണ് പ്രശ്നം.